ചെറിയ യാത്രയാണ്. പക്ഷേ ഈ ഒരു യാത്രയ്ക്ക് പിന്നിൽ ഞാൻ ഒരുപാട് ആലോചിച്ച് കൂട്ടിയ സമയം, ഒരുപാട് കരഞ്ഞു തീർത്ത കണ്ണീരും, പിന്നെ ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ. എനിക്കും അതുപോലെ ഈ കാണുന്ന റോഡ് പോലെ കുണ്ടും കുഴിയും നിറഞ്ഞ് പൊടിപടലം നിറഞ്ഞ് ഒരു വല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ ഈ ഒരു ടൈം. ഹെൽത്ത് ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഞാനങ്ങോട്ട് വീർപ്പ് മുട്ടിയൊരു ടൈമായിരുന്നു ഇത്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുടുംബം മൊത്തം വീർപ്പ് മുട്ടിയൊരു സമയം. എല്ലാവർക്കും ഒന്നടങ്കം ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് മൊത്തത്തിൽ എല്ലാവരെയും അതങ്ങ് ബാധിച്ചു. ഈ ഒരു സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും പല രീതിയിലും എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നിലും ഒരു ഗ്രീൻ ഫ്ലാഗ് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എന്നെ വല്ലാണ്ട് അലട്ടുന്നതായിരുന്നു. എല്ലാം കൂടിയായപ്പോൾ ഫിനാൻഷ്യലി നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ശ്രമങ്ങളൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല കേട്ടോ. ഒന്നിൽ പതറിയ പിന്നെ അടുത്തൊരു വഴി, ഏതെങ്കിലും ഒന്ന് സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഒരു വട്ടം തോക്കുമ്പോൾ തോറ്റവിടെ തന്നെ ഇരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ തയ്യാറാകാൻ പറ്റുന്നൊരു അവസ്ഥയില്ലല്ലോ. കാരണം ജീവിതം ഒരുപാട് മുന്നോട്ട് കിടക്കുകയല്ലേ. അത് എത്ര വരെ ഉണ്ടെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഉള്ള കാലം നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പലതും ശ്രമിച്ചേ പറ്റുള്ളൂ. സോ ഈ വീഡിയോസൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി, ഒന്നും ആരോടും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊക്കെ ആ ഒരു തോന്നലൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് അലട്ടുമ്പോൾ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ്സും അല്ലാണ്ട് വരുന്ന മെസ്സേജുകളൊക്കെ വല്ലാത്തൊരു സപ്പോർട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വല്ലാണ്ട് അങ്ങോട്ട് ബലപ്പെടുത്തും. ആ ഒരു തോന്നൽ കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഭയങ്കര ധൈര്യമാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കണം.